ക്ക് പോവാം. അവിടെ കുറ്റപ്പെടുത്താൻ വക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇടതുപക്ഷം. എന്തെങ്കിലും തട്ടിപ്പോ വെട്ടിപ്പോ ആയിരിക്കും. തട്ടിപ്പോ വെട്ടിപ്പോ അല്ല, നമ്മള് പുറത്തു കൊണ്ടുവന്ന വാർത്തയുടെ അപ്ഡേഷനാണ്. ഇന്ന് പലരുടെയും നെഞ്ചിടിപ്പേറും. അങ്ങനെയാണ് കണ്ണൂർ പയ്യന്നൂരിലെ അവസ്ഥ. CPM പുറത്താക്കിയ പയ്യന്നൂരിലെ വി കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം ഫെബ്രുവരി 4 പ്രകാശനം ചെയ്യും. പാർട്ടി പിരിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട മധുസൂദനൻ ഉൾപ്പെടെ കൂടുതൽ നേതാക്കൾക്കെതിരെ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്ന സൂചനയുമുണ്ട്. അതേസമയം പിരിച്ച പണത്തിന്റെ കണക്കിലെ പൊരുത്തക്കേടുകളിൽ വ്യക്തത വേണമെന്നാണ് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയിലെ 10 ലോക്കൽ കമ്മിറ്റികളും ആവശ്യപ്പെട്ടിട്ടുള്ളത്. മിഥുൻ പിള്ളയുണ്ട്, ചോദിക്കാം. മിഥുൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ ഫെബ്രുവരി 4 പല കഥകൾക്കും തിരശ്ശീല വീഴും. കാരണം ആ പുസ്തകത്തിൽ മധുസൂദനൻ മാത്രമാണോ അതോ മറ്റ് പല നേതാക്കൾക്കെതിരെയും ആരോപണമുണ്ടോ എന്നതൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും ഈ കുഞ്ഞികൃഷ്ണനെ പുറത്താക്കിയതിന് പിന്നാലെ ഈ ലോക്കൽ കമ്മിറ്റികളും ചില നിർണായകമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടല്ലോ, അതെന്തൊക്കെയാണ്? ഒരു നിമിഷം മിഥുൻ, ഒരു കാര്യം കൂടി. അതായത് എത്ര ലോക്കൽ കമ്മിറ്റികൾ ഉണ്ട് അവിടെ പയ്യന്നൂരിൽ? ഭൂരിപക്ഷവും കുഞ്ഞികൃഷ്ണന്റെ നിലപാടിനെ പിന്തുണക്കുന്നതാണോ? അങ്ങനെയാണെങ്കിൽ ഔദ്യോഗിക നേതൃത്വത്തിന് വലിയ തിരിച്ചടി തന്നെയായിരിക്കില്ലേ ഇത്, പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയത്ത്? അതെ, ഗുഡ് മോർണിംഗ്. ഇന്ന് ഏതായാലും വളരെ നിർണായകമായൊരു ദിനം തന്നെയാണ്. ഫെബ്രുവരി 4 വരാൻ പോകുന്ന അടുത്ത മാസം 4-ാം തീയതിയാണ് ഈ കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിന്റെ പ്രകാശനം എന്ന് പറയുന്നത്. നമുക്കറിയാം, നേരത്തെ തന്നെ പയ്യന്നൂർ MLA ആയ TI മധുസൂദനെതിരെ ശക്തമായ വിമർശനം പരസ്യമായി തന്നെ ഉന്നയിക്കുകയും രക്തസാക്ഷി ഫണ്ടും പയ്യന്നൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന്റെ നിർമ്മാണ ഫണ്ടടക്കം MLA തട്ടിയെടുത്തു എന്നുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് CPMന്റെ മുൻ ജില്ലാ കമ്മിറ്റി അംഗമായ വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത്. ആരോപണം ഉയർത്തിയതിന്റെ തൊട്ടു പിന്നാലെയാണ് കുഞ്ഞികൃഷ്ണനെതിരെ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കിയത്. അനിൽ നമ്പ്യാർ ചോദിച്ച പോലെ 12-ൽ 10 ലോക്കൽ കമ്മിറ്റികളാണ് പയ്യന്നൂർ ഏരിയ കമ്മിറ്റിയുടെ കീഴിലുള്ളത്. അതിൽ 10 ലോക്കൽ കമ്മിറ്റികളും ഈ ഫണ്ടിന്റെ കാര്യത്തിൽ വിശദീകരണം അല്ലെങ്കിൽ വിശദാംശങ്ങൾ വേണമെന്നൊരാവശ്യം കഴിഞ്ഞ ദിവസത്തെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതായത് അവർ കുഞ്ഞികൃഷ്ണനെതിരായ പാർട്ടി നടപടി അംഗീകരിക്കുന്നുണ്ട്, പക്ഷേ കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ മേൽ ഒരു വ്യക്തത വേണമെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഫെബ്രുവരി 4 കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം പുറത്തിറങ്ങുന്നത്. ആ പുസ്തകത്തിന്റെ പേര് തന്നെ ഇങ്ങനെയാണ്, അതായത് നേതൃത്വത്തെ അണികൾ തിരുത്തട്ടെ എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. അപ്പോൾ അത്തരത്തിൽ നേതൃത്വത്തിനെതിരെയുള്ള ശക്തമായ വിമർശനങ്ങൾ ഈ ബുക്കിലുണ്ട് എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതിൽ ഏറ്റവും ശക്തമായ വിമർശനങ്ങൾ ഉള്ളത് TI മധുസൂദനെതിരെയാണ്. മധുസൂദനൻ പല കാര്യങ്ങളിലും അപ്രമാദിത്യം പയ്യന്നൂർ മേഖലയിൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അത് ഫണ്ട് പിരിവിൽ മാത്രമല്ല മറ്റ് പല കാര്യത്തിലും ഉണ്ട് എന്നാണ് ഈ പുസ്തകത്തിലുള്ളത്. ഏതായാലും ഈ പുസ്തകം പുറത്തു വരുമ്പോൾ അത് കണ്ണൂർ ജില്ലയിലെ പാർട്ടി നേതൃത്വത്തെ മൊത്തത്തിൽ ഉലയ്ക്കുന്നതായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിൻ്റെ ഒരു ചെറിയ വെടിയാണ് വി കുഞ്ഞികൃഷ്ണൻ നേരത്തെ തന്നെ പൊട്ടിച്ചത്. അതായത് ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ടൊരു വിഷയം. അതിന് പിന്നാലെ മറ്റ് പല വിഷയങ്ങളും ഈ പുസ്തകത്തിൽ ഉണ്ടാകുമെന്നൊരു വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അല്ല മിഥുൻ, ഒരു കാര്യം കൂടി. അത് കഴിഞ്ഞ ദിവസം ഈ P ജയരാജൻ അവിടെ എത്തിയിരുന്നല്ലോ അല്ലേ? ഈ കുഞ്ഞികൃഷ്ണനെ പിന്തുണച്ച ചിലരുടെ വീടുകൾ സന്ദർശിച്ചു P ജയരാജൻ. അനുനയിപ്പിക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് തുടരുന്നുണ്ടോ? തീർച്ചയായും അതും തുടരുന്നുണ്ട് അനിൽ നമ്പ്യാർ. അതിൽ ഏറ്റവും എടുത്തു പറയണത് ഈ വി കുഞ്ഞികൃഷ്ണൻ അനുകൂലികളായി ആ പ്രദേശത്ത് ഒരുപാട് ആളുകളുണ്ട്. വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത് ഒരു തിരുത്തൽവാദമാണ് എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് പൊതുവെ അണികൾക്കിടയിലുള്ളത്. കാരണം കണക്കിന്റെ കാര്യത്തിൽ ഈ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞപ്പോൾ പോലും അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ പറയുമെന്നല്ല പറഞ്ഞത്, പാർട്ടിക്കുള്ളിൽ പറഞ്ഞുകൊള്ളാമെന്നാണ്. അപ്പോൾ ഈ കണക്കിനെ സംബന്ധിച്ച് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ വാദങ്ങൾ ശരിയാണ് എന്നൊരു ധാരണ പൊതുസമൂഹത്തെ സംബന്ധിച്ചുണ്ട്. അതിൽ ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടുമില്ല. ഈ അണികൾക്കിടയിലുള്ള ഒരു സംശയം ദൂരീകരിക്കാൻ വേണ്ടിയാണ് P ജയരാജന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുഞ്ഞികൃഷ്ണൻ അനുകൂലികളുടെ വീടുകൾ സന്ദർശിക്കുകയും അവരുടെ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തത്. കാരണം കുഞ്ഞികൃഷ്ണനെ അനുകൂലിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ രംഗത്ത് വന്നാൽ പയ്യന്നൂർ പോലെ CPM പാർട്ടി കോട്ടയെന്ന് അവകാശപ്പെടുന്ന സ്ഥലത്ത് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് നേരത്തെ കണ്ട് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് P ജയരാജന്റെ നേതൃത്വത്തിൽ തന്നെ ഈ പയ്യന്നൂരിലെ കുഞ്ഞികൃഷ്ണൻ അനുകൂലികളെ നേരിട്ട് കണ്ട് അനുനയ നീക്കം നടത്തിയത്. പക്ഷെ അത് എത്രത്തോളം ഫലവത്താകുമെന്ന് കണ്ടു തന്നെ അറിയണം. ഏതായാലും ഈ പുസ്തകം പുറത്തിറങ്ങിയതോടുകൂടി CPM നേതാക്കന്മാരുടെ ഉറക്കം കൂടുതൽ നഷ്ടപ്പെടുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അനിൽ നമ്പ്യാർ. തീർച്ചയായും മിഥുൻ, അത് തന്നെയാണ് ഈ കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലുകൾ അത് എത്രത്തോളം കേരളത്തിലൊരു രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കും അനിൽ നമ്പ്യാർ, അത് കണ്ടറിയേണ്ടതാണ്. തൊടുത്തുവിട്ടത് പാശുപതാസ്ത്രമാണ്. അതെ, ആ അസ്ത്രം
ഒരുപാട് CPM പേരുടെ അതിനെതിരെ എന്ത് ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുമെന്നൊക്കെ കണ്ടുകൂടി അറിയണം. നെഞ്ചത്തോട്ട് തറയ്ക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മാത്രമല്ല വർഷത്തെ ഇതുപോലുള്ളവർ പാർട്ടിയിൽ ഉണ്ടാവണം. കാരണം പാർട്ടിയുടെ ആ ഒരു സംവിധാനം വെച്ച് പാർട്ടി തെറ്റായ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പാർട്ടിയെ തിരുത്തേണ്ട ഉത്തരവാദിത്തം അത് പാർട്ടി അംഗങ്ങൾക്കാണ്, പാർട്ടിയിലുള്ള അംഗങ്ങൾക്കാണ്. തിരുത്തുന്നവരെയൊക്കെ തട്ടിത്തെറിപ്പിക്കുന്ന കാഴ്ചയാണല്ലോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ. പക്ഷേ എങ്കിലും അത് കുഞ്ഞികൃഷ്ണൻ അദ്ദേഹം കഴിഞ്ഞ കുറേ നാളുകളായി പാർട്ടിക്കകത്ത് കലാപം നടത്തുകയാണ്. അതിനൊരു റിസൾട്ട് ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തിന് പൊതുസമൂഹത്തോട് പറയേണ്ടി വന്നത് വലിയൊരു കൊള്ള നടന്നിട്ടുണ്ട് എന്നുള്ളത്. കോടിയേരി ജീവിച്ചിരിക്കുന്ന സമയത്തൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞികൃഷ്ണനെ പോലുള്ള സഖാക്കൾ, അതായത് പാർട്ടിയെ ആത്മാർത്ഥമായി കൊണ്ടു നടക്കുന്ന സഖാക്കന്മാർ ഉണ്ട് ഇപ്പോഴും. പക്ഷേ അവർക്ക് പാർട്ടിയിലൊരു സ്ഥാനവുമില്ല. കുഞ്ഞികൃഷ്ണനെ കണ്ടില്ലേ, കറിവേപ്പില പോലെ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഈ കൊള്ളക്ക് നേതൃത്വം നൽകുന്ന TI മധുസൂദൻ MLA പോലുള്ളവരെ വാഴിക്കുകയാണ് പാർട്ടിയിൽ. അതാണ് CPM തിരുത്തേണ്ടത്. പക്ഷേ ഇത് കമ്മ്യൂണിസം അല്ലല്ലോ. ഇപ്പം കേരളത്തിലെ പാർട്ടിയിൽ പിണറായിസമാണല്ലോ. അപ്പോൾ പിണറായിസം വന്നതോടുകൂടിയുള്ള പാർട്ടിയുടെ അപജയമാണ് നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. പാർട്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് പറയണം. അപ്പോൾ തൽക്കാലം നമുക്ക് അവിടെ ഒരു ബ്രേക്ക് ഇടുന്നതായിരിക്കും നല്ലത്.